നമസ്കാരം. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള വീഡിയോ. നമുക്കൊക്കെ ഏറെ പരിചിതനായ നടൻ വിശാലാണ് ഈ വീഡിയോയിൽ നിറഞ്ഞു നിൽക്കുന്നത്. വിശാൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടയിൽ ഓഡിയൻസിനിടയിൽ നിന്നും ജനക്കൂട്ടത്തിനിടയിൽ നിന്നും അദ്ദേഹത്തിന് മുന്നിലേക്ക് അപ്രതീക്ഷിതമായി ഒരു ചോദ്യം എത്തുന്നു. ആ ചോദ്യം ഇങ്ങനെയായിരുന്നു: നിങ്ങൾക്ക് EPSനെയാണോ ഇഷ്ടം, OPSനെയാണോ ഇഷ്ടം എന്നായിരുന്നു. EPSും OPSും ആരാന്ന് നമുക്കറിയാം. ഒന്ന് എടപ്പാടി പളനിസ്വാമിയാണ്, ഒന്ന് O പനീർസെൽവമാണ്. രണ്ടും AIADMKയുടെ നേതാക്കളാണ്. വലിയ ജനപ്രീതിയുള്ള രണ്ട് നേതാക്കൾ തന്നെ. പക്ഷേ വിശാൽ പറഞ്ഞ മറുപടി ആ ജനക്കൂട്ടത്തിന്റെ വലിയ കയ്യടിക്കാണ് പിന്നെ വഴിവെച്ചത്. നിങ്ങൾക്ക് OPSനെയാണോ EPSനെയാണോ ഇഷ്ടം എന്ന് ഈ ജനക്കൂട്ടം ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ആരാധകരിൽ ഒരാൾ ചോദിക്കുമ്പോൾ, ഈ വിശാൽ പറഞ്ഞ മറുപടി എനിക്കിഷ്ടം IPSനെയാണ് എന്നായിരുന്നു. വലിയ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അല്ലെങ്കിൽ BGMവും ഒക്കെ ഇട്ടുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ BJPയുടെ അണികൾ ഏറ്റെടുത്തിട്ടുണ്ട്. അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ്ങുകളിൽ വളരെ വൈറലാണ്. ഈ IPS ആരാണ് എന്നതിൽ നമുക്കൊക്കെ നല്ല നിശ്ചയമുണ്ട്. അത് തമിഴ്നാടിൻ്റെ നിലവിലെ സംസ്ഥാന അധ്യക്ഷനായ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ K. അണ്ണാമലൈ തന്നെയാണ്. അദ്ദേഹം മുൻപ് ഒരു IPS പ്രൊഫഷണലായിരുന്നു. അതിനുശേഷമാണ് ആ ഒരു ജോലി വിട്ട് അദ്ദേഹം അവിടെ നിന്നും രാജിവെച്ചിറങ്ങിയ ശേഷം രാഷ്ട്ര സേവനത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത്. നമുക്കറിയാം, യുവജനങ്ങൾക്കിടയിലൊക്കെ ഇപ്പോൾ അണ്ണാമലൈ വലിയ തരംഗമാണ്. മാത്രമല്ല, ടൈംസ് നൗവിന് അദ്ദേഹം കൊടുത്ത ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതിൽ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസവും മറ്റും BJPക്ക് വലിയ പ്രതീക്ഷകൾ സമ്മാനിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് വന്ന സർവേ ഫലങ്ങളും മറ്റും സൂചിപ്പിക്കുന്നത് BJP അവിടെ സീറ്റ് നേടും എന്ന് തന്നെയാണ്. എന്തായാലും ഈ അണ്ണാമലയെ പിന്തുണച്ചുകൊണ്ട്, അല്ലെങ്കിൽ അണ്ണാമലയാണ് തനിക്ക് ഇഷ്ടം എന്ന് വിശാൽ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. OPSോ EPSോ അല്ല, മറിച്ച് തനിക്ക് IPSനെയാണ് ഇഷ്ടമെന്ന് പറയുമ്പോൾ വിശാൽ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം വ്യക്തമാണ്. വിശാലിന്റെ വ്യക്തിപരമായ രാഷ്ട്രീയം എന്തുമായിക്കോട്ടെ, പക്ഷേ യുവജനങ്ങൾക്കിടയിൽ ഈ IPSകാരന് വലിയ സ്വീകാര്യതയുണ്ട് എന്നാണ് വിശാൽ ഈ മറുപടി പറഞ്ഞതിന് ശേഷം അവിടെ ഉണ്ടായ ഒരു ആരവം, ഒരു കയ്യടികളൊക്കെ നമുക്ക് നൽകുന്ന സന്ദേശം. എന്തായാലും ദ്രാവിഡ പാർട്ടികൾ ഒന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു പുതുമുഖമാണ് അണ്ണാമലൈ, രാഷ്ട്രീയത്തിൽ യാതൊരു മുൻപരിചയവുമില്ല. എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഈ ചെറിയ സമയത്തിനുള്ളിൽ BJPക്ക് കാര്യമായ ഒരു നേട്ടം, ഒരു വളർച്ച തമിഴകത്ത് നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയുടെ പ്രസക്തിയേറുന്നതും ഇത് മിക്ക ആളുകളും തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നതും. പ്രേക്ഷകർക്ക് കാണുന്നതിന് വേണ്ടി ഈ വീഡിയോ ദൃശ്യങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.